ഹലോ ഗായ്സ്, അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇന്ന് നമുക്കപ്പോൾ ഒരു കല്യാണത്തിന് പോയാലോ? അരുണേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു. അപ്പം ഞാനും അരുണേട്ടനും 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ബത്തേരി ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കല്യാണം. അവിടെ എത്തി ഞാനൊരു വീഡിയോ എടുത്തപ്പോൾ എന്നോട് വിചാരിച്ചു ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ വന്ന് നിൽക്കണം കേട്ടോ. അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കൂടി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി. അധികം സമയം ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് ഇറങ്ങിയിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ബൊഫേ പരിപാടിയായിരുന്നു. അത് കാരണം കൈ പിടിച്ച് കഴിച്ച കാരണം പ്രത്യേകിച്ച് വീഡിയോസ് കഴിക്കുന്നതിൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബത്തേരിയിലായതുകൊണ്ട് തന്നെ അവിടെ അടുത്തുള്ള മുത്തങ്ങ, അപ്പോൾ ഞങ്ങൾ മുത്തങ്ങയിലും കൂടെ ഒന്ന് പോയിട്ട് വരാമെന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് ഇറങ്ങി നേരെ മുത്തങ്ങയിലേക്ക് വിട്ട്. പിന്നെ മുത്തങ്ങയിലേക്ക് പോണ വഴീൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പോണ വഴി 2 സൈഡ് ഫുൾ ഫോറസ്റ്റാണ്, കാണാനും നല്ല ഭംഗിയാണ്. അവിടുത്തെ റോഡിലൂടെ പോകാൻ തന്നെ ഭയങ്കര രസമാണ്. പോണ വഴിക്ക് ബാക്കിയുണ്ടെങ്കിൽ വല്ല ആനയോ കടുവയോ മാനെയോ ഒക്കെ കാണാം. ആ ഒരൊറ്റ പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോണത്. എന്തിനെങ്കിലുമൊക്കെ കണ്ടാൽ ഭാഗ്യം, ഒരു ആനേനെങ്കിലും കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഓരോ ബടായൊക്കെ വിട്ട് പോവുമായിരുന്നു കേട്ടോ. അങ്ങനെ പോയി നമ്മൾ മുത്തങ്ങയിലേക്ക് ചെല്ലുമ്പം ഇവിടെ വെച്ചിട്ടാട്ടോ നമ്മൾ ട്രക്കിങ്ങിന് പോവുക. അതായത് കാടിൻ്റെ ഉള്ളിലേക്ക് ഇവർ ഇങ്ങനത്തെ ബസ്സിലും ജീപ്പിലും ഒക്കെ ആയിട്ട് നമ്മളെ കൊണ്ടുപോകും. അതിൻ്റെ ചെറിയൊരു ചാർജും ഉണ്ട്, എത്രയാണെന്ന് എനിക്കറിയില്ല. കാരണം ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഈ റോട്ടിൽ കൂടെ തന്നെ പോവുകയാണെങ്കിൽ അതിൻ്റെ 2 സൈഡിലും ഉണ്ടാവും കേട്ടോ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങൾ, ആന ഇതൊക്കെ ആയിട്ട് ഈ സൈഡിൽ തന്നെ. അപ്പം അങ്ങനെ എന്തെങ്കിലും കാണുന്നുള്ള പ്രതീക്ഷയിലാട്ടോ ഞങ്ങൾ പോയി. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ മുന്നിൽ കൂടെ 2-3 ആനകൾ റോഡ് ക്ലോസ് ചെയ്ത് പോകുന്നു. ഇനി നമുക്ക് പല സാധനത്തിന് ഈ റോട്ടിൽ കൂടെ പോയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതില്ലേ നല്ല നാടോ ഹോളിസി പശു, അത് ഒരു ചവിട്ടി രണ്ടെണ്ണം ഉണ്ട്. അതാ 3 മാനിനെയൊക്കെ കണ്ട് കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോൾ അതാ ഇവന്മാരാ കണ്ടത്. ഒരു കുട്ടിയേനെ ഉണ്ടായിരുന്നു, വേറെ 3 ആനകളും ഉണ്ടായിരുന്നു. ഇതുപോലെ നമുക്ക് ഈ റോട്ടിൽ കൂടെ തന്നെ പോയാൽ ഇതുപോലെ ആനേനെയും കാട്ടുപോത്തിനെയും മാനിനെയും ഭാഗ്യമുണ്ടെങ്കിൽ ഒരു കടുവേനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ട്രക്കിങ്ങിനൊന്നും പോകണമെന്നില്ല, ഈ റോട്ടിൽ കൂടെ തന്നെ പോയി സൈഡിലൊക്കെ ഇങ്ങനത്തെ മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു മാനെയെങ്കിലും കണ്ടാൽ മതി എന്ന് പറഞ്ഞ് പോയാൽ നമുക്ക് മാനിനെയും കണ്ടു, ആനക്കുട്ടീനെയും കണ്ടു, ആനേനെയും കണ്ട്, അങ്ങനെ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അധികം സമയം നമ്മളവിടെ നിന്നില്ല. അത് ഈ ഉള്ളിലോട്ട് പോയിട്ടുമില്ല. കാരണം ഇവർക്ക് നേരെ തിരിച്ച് ഇന്ന് തന്നെ കോഴിക്കോടേക്ക് പോകണമായിരുന്നു. അരുണേട്ടനും ഇവരും ഇന്ന് കല്യാണത്തിന് വേണ്ടി മാത്രം 3 പേരും കൂടെ കോഴിക്കോട് നിന്ന് വന്നതായിരുന്നു. അപ്പം ഇന്ന് തന്നെ അവർക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവിടെ എത്തണമായിരുന്നു. അരുണേട്ടനും ഇന്ന് തന്നെ പോകണമായിരുന്നു. അപ്പം അങ്ങനെ ആനേനെയും മാനിനെയൊക്കെ കണ്ട സന്തോഷത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച്. പിന്നെ ഇവർ അരുണേട്ടൻ്റെ കൂടെ കോഴിക്കോട് തന്നെ വർക്ക് ചെയ്യുന്നവരാണ്. ഒരാൾ അർജുനും ഒരാൾ അഭിഷേകും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. പിന്നെ കൽപ്പറ്റ തന്നെയാണ് നാത്തൂൻ്റെ വീടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു അവരെല്ലാവരും കൂടെ വൈകുന്നേരം വീട്ടിലോട്ട് വരുന്നുണ്ടെന്ന്. അപ്പോൾ എന്നെ ഇവിടെ ആക്കിയിട്ട് അവർ 3 പേരും കൂടെ കോഴിക്കോടേക്ക് തന്നെ തിരിച്ചു പോയി. പിന്നെ അവിടെ ചെന്നിട്ട് എനിക്ക് പ്രത്യേകിച്ച് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവിടെ വേറെയും കുറച്ച് വിരുന്നുകാരുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും പ്രത്യേകിച്ചൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഒരു ദിവസം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ, സീ യു.